നമ്മുടെ ആദിലെ നൂറേനെയും ലാലേട്ടൻ്റെ സ്വന്തം വീട്ടിലേക്ക് ലൈവായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ മുൻപിലായിട്ട് ലാലേട്ടൻ പറയുകയാണ്. അവരുടെ ചോദിച്ചു ആദ്യം, ഞാൻ നേരത്തെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്, അതെന്താണ്? അത് പിന്നെ ലാലേട്ട വീട്ടിലോട്ട് വിളിക്കുന്നത് അത് തന്നെ. നമുക്ക് രണ്ടുപേർക്കും സമയമുള്ളപ്പോൾ, അതായത് ലാലേട്ടന് സമയം വേണം, പിന്നെ അവർ പിന്നെ എപ്പോഴാണെങ്കിലും പോകാൻ റെഡിയാണ്. അപ്പം ലാലേട്ടന് സമയമുള്ളപ്പം ലാലേട്ടൻ ഇവരെ രണ്ടുപേരെ വീട്ടിൽ കൊണ്ടു പോകാമെന്നുള്ള വാഗ്ദാനം അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആ ഒരു വലിയ സ്റ്റേജിൽ കൊടുത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ലക്ഷ്മി അന്നേരം സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയുടെ ഫേസ് കുറച്ച് ഡള്ളായിരുന്നു. എന്തായാലും ആദിൽ എന്നിട്ട് ചെന്നിട്ട് നൂറ ലാലേട്ടൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ പറഞ്ഞിട്ട് ലാലേട്ടനെ ഹഗ് ചെയ്യുന്നു, ആദിലെ ഹഗ് ചെയ്യുന്നു. ഇവർക്ക് ഇതിനെക്കാട്ട് വലിയ സമ്മാനം എന്താ വേണ്ടേ? ഓക്കെ, മണി ഈസ് മാറ്റർ ഒബ്വിയസ്ലി. നമുക്ക് ബിഗ് ബോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു 42 ലാക്ക് അതിൻ്റെ ടാക്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാവും. അത് വേണം, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടിപ്പോയാൽ ഈ ആദിലേക്കും നൂറയ്ക്കും ഗ്രാൻഡ് ഫിനാലയിൽ എന്തായാലും ഒരു ഫസ്റ്റ് റണ്ണറെ പോലും ആവാൻ പറ്റത്തില്ലായിരുന്നു. അനീഷേനെ അനുമോളെ എന്തായാലും കടത്തി വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഔട്ടായി. ഫൈനൽ 5 കയറാൻ പറ്റിയില്ല എന്നുള്ള വിഷമം 2 പേർക്കുണ്ട്. ഒരാളെങ്കിലും കയറിയില്ലല്ലോ എന്നുള്ള വിഷമം 2 പേർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കുന്ന രീതിയിൽ ലാലേട്ടൻ ആ പ്രോമിസ് നിറവേറ്റാൻ പോവാണ്. ലാലേട്ടൻ പറയാണ് 2 പേരും ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന്. ആക്ച്വലി ഇത് കാണുമ്പോൾ ഒബ്വിയസ്ലി നമുക്കിപ്പം കുറേ ആൾക്കാർ ആദില നൂറ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനും കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കട്ടപ്പകളായിരുന്നു, ചതിച്ചു. സത്യമാണ്, കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷെ നമ്മൾ അവരെ പോലെ ആവാൻ പാടില്ലല്ലോ. ഇത്രയും വലിയ സന്തോഷം അവർക്ക് കിട്ടുമ്പോൾ, ഇത്രയും വലിയൊരു ഭാഗ്യം അല്ലേ, ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ലാലേട്ടനെ പോലുള്ള ഒരാളുടെ വീട്ടിൽ ഒരു ഗസ്റ്റായിട്ടൊക്കെ ക്ഷണിക്കുക, അല്ലെങ്കിൽ പോകുക, ഒരു കണ്ടസ്റ്റൻസിന് പോകാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. ലാലേട്ടൻ അങ്ങ് ഭയങ്കര വലിയ ആളാണ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ലാലേട്ടൻ ഒരു മഹാനടൻ തന്നെയാണ്. ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനടൻ തന്നെയാണ്. ആ ആളുടെ വീട്ടിലോട്ട് ഇവർക്ക് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫ് മാറാൻ പോകുന്ന സന്ദർഭമാണ്, സിറ്റുവേഷനാണ്. ചിലപ്പോൾ അനുമോളെക്കാട്ടിലും കൂടുതൽ ഒരു എക്സ്പോഷർ ഇവർക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അനുമോൾ ഓൾറെഡി നമ്മുടെ വിന്നറായി കഴിഞ്ഞു. ലാലേട്ടൻ ഇത് പറഞ്ഞപ്പം എനിക്ക് മനസ്സ് തുറന്ന് സന്തോഷമാണ് തോന്നിയത് കേട്ടോ. ലാലേട്ടൻ അവർക്കത് പോകാൻ കഴിയട്ടെ. ബിക്കോസ് അവരുടെ ഫാമിലിയൊക്കെ അവരെ അക്സെപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവരുമായിട്ടൊന്നും ഇതാവാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവരെന്തൊക്കെ ട്രോമയിൽ കൂടിയാ പോയിട്ടുള്ളതെന്ന് നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. ഇപ്പം ലാലേട്ടൻ്റെ വീട്ടിൽ കെട്ടിയെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഫാമിലിയിലുള്ളവർ ഇത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. കാരണം അവരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ മാറ്റം അവരുടെ ജീവിതത്തിൽ വരാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്കൊന്ന് ആവാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ. 2 ഗേൾസ് ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവരുടെ ജീവിതം അവർ കെട്ടിപ്പടുത്താൻ ശ്രമിക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ ഒരു ഭാഗ്യം അവർക്ക് വന്നതിൽ നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുക തന്നെ വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ആദില നൂറ ഈ പുറത്തിറങ്ങി ബാക്കിയുള്ള എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ കണ്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അനുമോളും ഒരു അവരെ ഫേക്കായിട്ടുള്ളൊരു ഫ്രണ്ട് ആയിരുന്നില്ല എന്നും, ജെനുവിനായിട്ട് അവരെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തി അവരെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അനുമോൾ എന്നുള്ളത് പുറത്തിറങ്ങുമ്പോൾ അവർ മനസ്സിലാക്കട്ടെ. ഈ ലാലേട്ടൻ്റെ സന്തോഷം ഒരുമിച്ച് അവർക്ക് പോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.